ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദ കുക്ക് ടോപ്പ് സ്റ്റോറീസ്. ഇന്ന് നമ്മൾക്ക് ഈസിയായി എങ്ങനെ ഒരു വിജയവാഡ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് 500 ഗ്രാം ബോൺലെസ് ചിക്കൻ ക്യൂബുകളായി കട്ട് ചെയ്ത് വെക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളകുപൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളകുപൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 2 ടേബിൾ സ്പൂൺ തൈര് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതൊന്ന് നമുക്ക് പൊരിച്ചെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് പൊരിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ ബാച്ചുകളായി പൊരിച്ചെടുക്കാം. ഇനി ദം ചെയ്യാൻ ആവശ്യമായ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 4 ടേബിൾ സ്പൂൺ നെയ്യ് എന്നിവ ചേർത്ത് ചൂടാക്കുക. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് 1/2 സവാള നൈസായി അരിഞ്ഞത് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച ഓയിൽ കളയരുത്. ഇത് തന്നെയാണ് നമ്മൾ റൈസിലേക്കും മസാലയിലേക്കും ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത സെയിം ഓയിലിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി അരിഞ്ഞത് ചേർത്ത് ഇളക്കുക. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റുക. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് വീണ്ടും ഇളക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് 1 മിനിറ്റ് നന്നായി ഇളക്കുക. അതിലേക്ക് 1/2 കപ്പ് തക്കാളി അരച്ചത് കൂടി ചേർത്ത് ഇളക്കുക. തക്കാളി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് 2 മിനിറ്റ് നന്നായി ഇളക്കുക.
അതിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ചധികം പുതിനയില എന്നിവ ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. വിജയവാഡ ബിരിയാണിയിൽ പുതിനയില കൂടുതൽ ചേർക്കുന്നതാണ് അതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് തൈര് കൂടി ചേർത്ത് നന്നായി ഇളക്കുക. ശേഷം 1/2 കപ്പ് വെള്ളം കുറച്ചായി ആഡ് ചെയ്യുക. ഗ്രേവി വല്ലാതെ ലൂസായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഗ്രേവി ഒന്ന് തിളച്ചു വരുമ്പോൾ അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്ത് നന്നായി ഇളക്കുക. അതിനുശേഷം അടുപ്പിൽ നിന്നും മാറ്റുക. ഇനി ബിരിയാണിയിലേക്കുള്ള റൈസ് തയ്യാറാക്കാം. അതിനായി ഒരു കുക്കർ ചൂടാക്കി അതിലേക്ക് നേരത്തെ ഉള്ളി വറുത്ത ഓയിൽ മിക്സിൽ നിന്നും 3 ടേബിൾ സ്പൂൺ ചേർക്കുക. ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് 4-5 പട്ട, 5-6 ഏലക്ക, 1 തക്കോലം, 6-7 ഗ്രാമ്പു, 2 ബേ ലീവ്സ് എന്നിവ ചേർത്ത് വഴറ്റുക. അതിലേക്ക് 3/4 കപ്പ് വെള്ളം ഒഴിക്കുക. കാരണം ഞാൻ ഇവിടെ 2 കപ്പ് ബസ്മതി അരിയാണ് യൂസ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക. വെള്ളം തിളച്ചു വരുമ്പോൾ അതിലേക്ക് കഴുകി വെച്ച 2 കപ്പ് ബസ്മതി അരി ആഡ് ചെയ്ത് ഇളക്കുക. സ്റ്റൗ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുക. അരി നന്നായി തിളച്ചു വരുമ്പോൾ സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുക്കർ അടച്ചു വെച്ച് വേവിക്കുക. അരി ഒരു 90% വെന്തതിനു ശേഷം അടുപ്പിൽ നിന്നും മാറ്റുക. ഇനി നമുക്ക് ദം ചെയ്യാൻ തുടങ്ങാം. അതിനായി അടികട്ടിയുള്ള വലിയൊരു പാത്രത്തിലേക്ക് ആദ്യത്തെ ലെയറായി ചിക്കൻ ആഡ് ചെയ്യാം. അതിനു മുകളിൽ കുറച്ച് മല്ലിയില, പുതിനയില, കറിവേപ്പില, വറുത്തുവെച്ച ഉള്ളി, കുറച്ച് കാഷ്യൂ എന്നിവ ചേർക്കുക. അതിനു മുകളിലേക്ക് ആദ്യത്തെ ലെയർ റൈസ് ഇടാം. അതിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില, കാഷ്യൂ എന്നിവ ചേർക്കുക. അതിനു മുകളിലേക്ക് കുറച്ച് കുങ്കുമപ്പൂവ് പാലിൽ കലർത്തി ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഇത് തികച്ചും ഓപ്ഷണൽ ആണ്. കുങ്കുമപ്പൂവിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി കുറച്ച് ഫ്രൈഡ് ഒനിയൻ കൂടി ആഡ് ചെയ്യുക. ഇതുപോലെ നമുക്ക് അടുത്ത ലെയറും ചെയ്തെടുക്കാം. ഇനി പാത്രം ഒരു ഫോയിൽ കൊണ്ട് കവർ ചെയ്ത് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. പതിനഞ്ച് മിനിറ്റിനു ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം.
റൈസൊക്കെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ വിജയവാഡ ബോൺലെസ് ചിക്കൻ ബിരിയാണി ഇവിടെ സെർവ് ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ ഇത് ഒരിക്കലെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ please do like, share and comment. For more videos, please subscribe to our channel and follow us on Instagram at The Cooktop Stories.